തൃശൂർ അതിരപ്പള്ളിയിലെ മസ്തകത്തിന് പരിക്കേറ്റ ആനയെ ഇന്ന് തന്നെ മയക്ക് വെടിവെക്കും നടപടികൾ ആരംഭിച്ചെന്ന് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. ആന നിലവിൽ ചാലക്കുടി പുഴയിൽ തുടരുകയാണ്. ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. ഇത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നോക്കി നമ്മൾ സെഡേറ്റ് ചെയ്യാം, മാക്കിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് മയക്കേണ്ട സാഹചര്യം ഉണ്ടോന്നാണ് ആദ്യം പരിശോധിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ ചികിത്സ നൽകേണ്ടതുണ്ടോ? അതോ നമ്മൾ ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടൊരു ലൊക്കേഷൻ വേണം. നമുക്ക് അല്ലാണ്ട് നമുക്ക് പറ്റില്ല, വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല, നമുക്ക് ഡെത്താവും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു വൂണ്ടാണ്. പരിക്കിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഡോക്ടർ? പരിക്കിൻ്റെ സ്വഭാവം തന്നെ ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല, ഒരു പ്രൊജക്ടൈൽ പോയ ഒരു വൂണ്ടായിട്ട് തോന്നുന്നില്ല, ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ അത് നമുക്ക് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് നമുക്ക് നമ്മൾ സ്കാനേഴ്സ് ഉണ്ട്, അതെല്ലാം വെച്ചിട്ട് നമ്മൾ പരിശോധിക്കും. ഇന്നത്തെ മിഷൻ എന്തൊക്കെയാണ്? ഇന്ന് മിഷൻ ചെയ്യാം. ഇപ്പോൾ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ് ആന്റണി, ഇന്ന് തൃശൂർ അതിരപ്പള്ളിയിലെ മസ്തകത്തിന് പരിക്കേറ്റ ആനയെ മയക്ക് വെടിവെക്കാനുള്ള സംഘം ഇന്ന് അവിടെ എത്തും. ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലാണ് സംഘം എത്തുന്നത്. അവിടെ എത്തിയ ഉടനെ ആദ്യം സ്വീകരിക്കുന്ന നടപടികൾ എന്തായിരിക്കും? ഹരിത, കൃത്യമായി പറഞ്ഞാൽ ഈ ദൗത്യം ആരംഭിച്ചു എന്ന് വേണം പറയാൻ. ഈ ആനയെ പിടികൂടുന്ന ട്രേസ് ചെയ്യുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ എത്തിയ 20-അംഗ സംഘം ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ ആന നിൽക്കുന്നത് വെറ്റിലപ്പാറ 14-നും അതുപോലെ തന്നെ കാലടി 2-ാം ബ്ലോക്കിനും ഇടയിലാണ്. ഇപ്പോൾ കൃത്യമായി ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആന ഉള്ളത്, ആന അതിരപ്പള്ളി പുഴയിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ആനയുള്ളത്. ഈ സ്ഥലത്ത് തന്നെയായിരുന്നു ആന ഇന്നലെയും തുടർന്ന് രാത്രി മുഴുവൻ ഈ ഭാഗത്ത് തന്നെയാണ് ആന കഴിച്ചുകൂട്ടിയത്. ഈ പുഴയ്ക്ക് സമീപത്തുള്ള തുരുത്തിൽ തന്നെയാണ് ആന ഇന്നലെ രാത്രി മുഴുവൻ നിലയുറപ്പിച്ചത്. അടിക്കടി പുഴയിലേക്ക് വരും, തിരികെ തുരുത്തിലേക്ക് കയറും. അങ്ങനെയാണ് ആന നേരം വെളുപ്പിച്ചത്. വീണ്ടും രാവിലെ ആന വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സഖറിയ പറയുന്നത് ദൗത്യം വളരെ ദുഷ്കരം തന്നെയാണ്. കാരണം ആന നിൽക്കുന്ന പ്രദേശം വെള്ളമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ മയക്കുവെടി വെക്കാൻ ആകില്ല. മറ്റൊരു കാര്യം പറഞ്ഞു, കുങ്കിയാന ആന കൊണ്ടുവന്നിട്ടില്ല. കാരണം കുങ്കിയാന വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ രാവിലെ നമ്മളോട് ഡോക്ടർ പറഞ്ഞത് 2 കുങ്കിയാനകൾ ഉൾപ്പെടെ 20-അംഗ സംഘം വരുമെന്നായിരുന്നു. പക്ഷേ ഇന്ന് 20-അംഗ സംഘമാണ് എത്തിയിട്ടുള്ളത്. കുങ്കിയാനയെ കൊണ്ടുവന്നിട്ടില്ല. ആനയുടെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥ തന്നെയാണ്. പഴുപ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണിച്ച മുറിവിൽ നിന്നും മസ്തകത്തിലെ മുറിവിൽ നിന്നും ഒലിക്കുന്ന പരിക്ക് ഗുരുതരം ഉള്ളത് തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട അരുൺ സഖറിയ ഇന്ന് രാവിലെ തന്നെ ഈ ആനയുടെ ഫോട്ടോസ്, ഈ പഴുപ്പിന്റെ മുറിവിന്റെ ഫോട്ടോസ് നോക്കിയപ്പോൾ അരുൺ സഖറിയക്ക് മനസ്സിലായ പഴുപ്പ് ഗുരുതരം ഉള്ളത് തന്നെയാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥ തന്നെയാണ്. ചികിത്സ നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ആനയ്ക്കുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലക്കുടി വനവകുപ്പ് അധികൃതർ പറഞ്ഞിരുന്ന സ്വാഭാവികമായി ആനകൾ തമ്മിൽ കുത്തുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ആനയുടെ മുറിവ് ഗൗരവമുള്ളതല്ല എന്നതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതിലെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് അരുൺ സഖറിയ പറഞ്ഞത് ആനയ്ക്ക് ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആനയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള ഡോസേജിലാണ് മയക്കുവെടി വെക്കുക. മയക്കുവെടി വെച്ച ശേഷം ആനയെ പിടികൂടി പരിശോധിച്ചാൽ മാത്രമേ എത്ര കണ്ട് അത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെയൊക്കെ ഈ വാർത്ത നമ്മളാണ്, കേരള വിഷനാണ് ഈ വാർത്ത ആദ്യം പുറം ലോകത്ത് എത്തിച്ചത്. ഈ പഴുപ്പ് ഒലിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം അന്ന് പുറം ലോകത്ത് ഈ വാർത്ത കൊണ്ടുവന്നിരുന്നു. ആ പഴുപ്പ് ഉണ്ടാകാനിടയായ കാരണം വെടിയേറ്റ പാട് ഉൾപ്പെടെ വെടിയേറ്റതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അഭ്യൂഹങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഇനി അത്തരത്തിൽ വെടിയേറ്റതാണോ അല്ലെങ്കിൽ കുത്തുകൊണ്ട് മുറിവേറ്റതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദഗ്ധമായി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. സ്കാനർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്, അത് വെച്ച് പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാവൂ. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ കുത്തുകൊണ്ട് ഉണ്ടായ മുറിവ് എന്ന് തന്നെയാണ് അരുൺ സഖറിയ നമ്മളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഇന്ന് രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആന ഇപ്പോൾ നിലവിൽ ആ തുരുത്ത് പ്രദേശത്തുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വെറ്റിലപ്പാറ 14-നും അതുപോലെ തന്നെ കാലടി പ്ലാന്റേഷൻ 2-ാം ബ്ലോക്കിന് ഇടയിലുമായി ആന ഇപ്പോൾ തുടരുന്നുണ്ട്. അരുൺ സഖറിയ ഉൾപ്പെടെ സംഘം അങ്ങോട്ടേക്ക് അധികം വൈകാതെ എത്തും. പുറപ്പെട്ടു കഴിഞ്ഞു, നേരത്തെ തന്നെ പുറപ്പെട്ടു. എത്തിയാൽ ആനയെ നിരീക്ഷിക്കും. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ആനയെ മയക്കുവെടിക്കാൻ കഴിയില്ല എന്നാണ് നേരത്തെ തന്നെ പറഞ്ഞത്. വെള്ളമുള്ള പ്രദേശത്തൊക്കെ വെച്ച് മയക്കുവെടി വെച്ചാൽ ആനയുടെ ജീവന് തന്നെ അത് ഭീഷണിയായി. ഒരുപക്ഷെ വെള്ളത്തിലേക്കൊക്കെ പോയി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ചെയ്യില്ല. മാത്രമല്ല ആന അവിടെ നിന്നും മാറി വരുന്ന ഒരു
സമയം കണക്കാക്കി ആനയെ മയക്കുവെടി വെക്കാൻ പറ്റിയ സാഹചര്യത്തിലാണ് ആന നിൽക്കുന്നതെങ്കിൽ മാത്രമേ മയക്കുവെടി വെക്കൂ. മയക്കുവെടി വെച്ച് തുടർന്ന് ഈ സ്കാനർ ഉപയോഗിച്ച് പരിശോധിക്കും. അടിയന്തരമായി ചികിത്സ നൽകേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരുൺ സക്രിയ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിരപ്പള്ളി ആനയുടെ ദൗത്യം ഇപ്പോൾ പ്രത്യേക മെഡിക്കൽ സംഘം നിയോഗിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുൻപാണ് ഇത്തരത്തിലൊരു ആന മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ വെടിയേറ്റെന്ന് സംശയിക്കുന്ന നിലയിൽ ഒരു വാർത്ത കേരള വിഷൻ നൽകിയിരുന്നു. അതിന്റെ അടുത്ത ദിവസങ്ങളിലായി ആ മുറിവിൽ നിന്ന് പഴുപ്പൊലിച്ച് ആന പുഴയിൽ ഏറെ നേരം മണിക്കൂറുകളോളം പുഴയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ വാർത്ത നൽകിയിരുന്നു. മാത്രമല്ല, കരയിലേക്ക് നിൽക്കുമ്പോൾ മസ്തകത്തിലേക്ക് മണ്ണ് വാരിയെറിഞ്ഞ അസ്വസ്ഥതകളുണ്ട്. ആനയ്ക്ക് ഒരുപാട് അസ്വസ്ഥതകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ഇങ്ങനെ ഒരു ദൗത്യം, ഈ ആനയെ ചികിത്സിക്കാനുള്ള ദൗത്യം ഡോക്ടർ അരുൺ സക്രിയ ഏൽപ്പിക്കുന്നത്. അതനുസരിച്ചാണ് അരുൺ സക്രിയ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അതിരപ്പള്ളിയിൽ എത്തിയത്. അവിടെ തങ്ങി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടു. ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിശദീകരണങ്ങൾ നൽകി ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള. അത് കഴിഞ്ഞപ്പോൾ അരുൺ സക്രിയയും സംഘവും ആനയെ ചികിത്സിക്കാനുള്ള ദൗത്യം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ആതിര. ശരി, അനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.